റോഡ്രിക് മരിച്ചു വീഴുകയാണ്. അപ്പോഴേക്കും രാക്ഷസന്മാർ കല്ലുടച്ച് റോഡ്രിക്കിനെ പൊക്കിയെടുക്കുന്നു. ആ കിരീടം വീണ്ടും അവരുടെ കൈകളിൽ തന്നെ എത്തുകയാണ്. എൽമോണ്ടിന് അത് എടുക്കാൻ കഴിയുന്നില്ല. ആ കിരീടം രാക്ഷസൻ ധരിച്ച് എല്ലാവരെയും അവന്റെ വരുതിയിലാക്കുകയാണ്. താഴെയാണെങ്കിൽ മരം മുറിക്കുന്നു. ഇസബെല്ലും ജാക്കും രക്ഷപ്പെടാൻ ഒരു കയറിൽ തൂങ്ങി വരികയാണ്. എൽമോണ്ടും അവിടെ നിന്ന് എടുത്തു ചാടുന്നത് കാണാം. വലിയൊരു ശബ്ദത്തോടുകൂടി മരം കടപുഴകി വീഴുന്നു. അങ്ങനെ അവർ താഴെ എത്തുന്നു. രാജാവിൻ്റെ അടുത്തെത്തി അവിടെ നടന്ന റോഡ്രിക്കിൻ്റെ ചതിയെല്ലാം അവൾ രാജാവിനോട് പറയുകയാണ്. ജാക്കാണ് തന്നെ രക്ഷിച്ചതെന്ന് അവൾ രാജാവിനോട് പറയുന്നു. രാജാവ് അവനെ പ്രശംസിക്കുകയും അവൻ്റെ കയ്യിൽ എന്തോ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇസബൽ വസ്ത്രങ്ങളെല്ലാം മാറി ജാക്കിന് മുന്നിൽ വരികയാണ്. അവളുടെ സൗന്ദര്യത്തെ അവൻ പ്രശംസിക്കുന്നുണ്ട്. അവനെ ഓർക്കാൻ ഒരു പുസ്തകം അവൾക്ക് അവൻ കൊടുക്കുകയാണ്. അങ്ങനെ രാജാവും ഇസബലും കുതിരപ്പുറത്ത് പോവുകയാണ്. അത് നോക്കി നിൽക്കുകയാണ് ജാക്ക്. അവൻ കയ്യിലുള്ള അവശേഷിക്കുന്ന ആ വിത്ത് എടുത്തു നോക്കുന്നു. തിരിച്ചത് വീണ്ടും അവൻ്റെ മാലയിൽ തന്നെ കോർത്തു വയ്ക്കുന്നു.